பண்றது போலீஸோட வேலை. அதை சொல்றதுக்கு உன்ன மாதிரி ஒரு ரவுடி இங்க வர வேண்டிய அவசியம் இல்ல. ക്ഷമിക്കണം സാർ. கோடிக்கணக்கிന് രൂപ വെട്ടിച്ച ഒരാളെ. Yes, we know. நேத்து துபாய் ஃளைட்ல அவன் ஏறி போயிட்டதா ஏர்போர்ட்ல இருந்து எங்களுக்கு தகவல் கிடைச்சிருக்கு. இதுக்கு மேல என்ன செய்ய முடியும்? സാർ അയാളുടെ ബാങ്ക് ഡിപ്പോസിറ്റും പ്രോപ്പർട്ടീസും ഒക്കെ പിടിച്ചെടുത്തൂടെ? நோ நோ, அதெல்லாம் செய்ய வேண்டியது எங்க வேலை இல்ல. கோர்ட் தான் டிசைட் பண்ணணும். അജയ് ബാക്കിയുടെ സഹോദരനാണ് അമർ. അയാളെ അറസ്റ്റ് ചെയ്താൽ അജയെ കുറിച്ചുള്ള വിവരം കിട്ടും. நான் இங்க உட்கார்ந்திருக்கிறது உன் சௌகரியத்துக்காக ஒவ்வொருத்தரையும் அரெஸ்ட் பண்றதுக்கு இல்ல. പാവങ്ങളുടെ പണമാണ് സാർ. நிறைய பணம் சம்பாதிக்கணுங்கிறதுக்காக தானே வட்டிக்கு விட்டான். பேராசப்பட்டா அப்படிதான். വക്കാലത്ത് വാങ്ങ വന്നിട്ട് നിർത്തണോ? അവരെ കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടി പോകരുത്. ഇതുപോലെ 2-3 വേശ്യാ തെരുവുകൾ ഈ നഗരത്തിലുള്ളത് കൊണ്ടാണ് ഒരൊറ്റ റേപ്പ് കേസ് പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യാത്തത്. അവരവരുടെ ദേഹം വിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലൊരു വലിയ നഗരത്തിൽ രാത്രി 12 മണിക്ക് പോലും പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് റോഡിൽ ഇറങ്ങി നടക്കുന്നത്. അവർ വേശ്യകളായി ജീവിക്കുന്നതുകൊണ്ടാണ് തന്റെ അമ്മയും പെങ്ങളെയും ഭാര്യയും മക്കളെ ആരും കയറി പിടിക്കാത്തത്. ആരെ വയറിന് വേണ്ടി വല്ലവന്നെ കൂടെ അന്തി ഉറങ്ങി അവരുണ്ടാക്കുന്ന കാശിനെ താൻ ഇവിടുത്തെ കള്ളക്കടത്തുകാരന്റെ ഗുണ്ടകളുടെ കാല് നക്കി ഉണ്ടാക്കുന്ന കാശിനേക്കാൾ വിലയുണ്ടോ? இன்னும் அதிகமா பேசுற உள்ள தள்ளிடுவேன். ரொம்ப நல்லா இருக்கு. குத்தம் பண்ணிக்கிட்டே இருக்கிறவர் வெளியில இருக்கிறார், கம்ப்ளைண்ட் பண்ண வந்தவனே உள்ள தள்ளுறாங்கற. இது ரொம்ப நல்லா இருக்கு. நீங்க தான் சார் கரெக்ட் പോലീസ്. ഇപ്പോ ഞാൻ പോകുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ പോലീസിനെ പിടികിട്ടാത്ത പുള്ളി എന്റെ കയ്യിലുണ്ടാവും. ആ മാനേജർ സഹദേവന്റെ വീട് എനിക്കറിയാം. അവനെ പിടിച്ചാല് അജയ് ബാക്കി എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അവനും വീട്ടിലുണ്ടാവാൻ വഴിയില്ല. ശ്രമിച്ചു നോക്കാം. സഹദേവനില്ല, അവന്റെ ഭാര്യയാണത്. ആദ്യം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ദുബായിലേക്ക് പോകാനുള്ള വിസയുടെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോ ജൂഹുവിലുള്ള മെട്രോ ലോഡ്ജിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അവളെ നിനക്ക് നേരത്തെ അറിയോ? പിന്നെ എവിടെയും കൊണ്ട് ഞാൻ കുറെ ട്രിപ്പുകൾ അടിച്ചിട്ടുള്ളതല്ലേ. അവന്റെ ചിട്ടിയും ബിസിനസ്സും ഒക്കെ അവളുടെ കയ്യിലാ. എന്ന് വെച്ചാൽ എവിടെ വലിയ ബഡാ പാർട്ടീസിന് വിട്ടുകൊടുത്തിട്ടല്ലേ അവൻ കാശ് പിരിക്കുന്നത്. ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ ഇവിടെ വന്ന് നാശമായിപ്പോയി. പല വലിയ ഹോട്ടലുകളിലും വീടുകളിലും രാത്രി കൊണ്ട് വിട്ടിട്ട് രാവിലെ വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും നല്ല ബെസ്റ്റ് ഉരുപ്പടിയാ. എവിടെടാ എന്റെ മുതലാളി? അറിയില്ല. മുതലാളിയിലൂടെ നാട്ടുകാരെ പറ്റിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ വെട്ടി നുറുക്കി ഞാൻ റോഡിലെറിയും. എനിക്കൊന്നും അറിയില്ല. കള്ളപ്പേരിൽ നാളെ വെളുപ്പിനെ ദുബായിക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയാള്. എനിക്കും കുടുംബത്തിനുള്ള ടിക്കറ്റ് ഇവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്പെക്ടർ ലോബയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത്. अजय बाग क्या कहा? मुझे नहीं मालूम. वो किधर है बताओ, नहीं तो तुम्हारा गर्दन उड़ा देगा. बोल. ओ ऊपर है. കണ്ടവന്റെ കാശിന് ദുബായി പോവാൻ തയ്യാറെടുക്കാണ് പൊന്നുമോൻ. നിന്നെ അതിലും നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ അയക്കാം. ഇതാ ദുബായി പോയെന്ന് പറഞ്ഞ ആള് ഇനിയെങ്കിലും അറസ്റ്റ് ചെയ്യാം. ചട്ടത്തെ കയ്യിലെടുത്തുக்கிறதுக்கு നീ പോലീസുകാരുടെ ജോലി ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ പോലീസുകാരുടെ ജോലി ചെയ്യേണ്ടി വരും. പിന്നെ ഇവനെ നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയോ? എല്ലാവരും ഒന്ന് കാണാനാ, തെളിവ് വേണമല്ലോ. പിടിച്ചോണ്ട് നിങ്ങളെ പോലുള്ള പോലീസുകാരെ ഏൽപ്പിച്ചാ നാളെ ഇവനൊക്കെ മാന്യനായി പാവപ്പെട്ടവന്റെ കാശ് കൊണ്ട് വാങ്ങിച്ച ടൊയോട്ടയിലും ബെൻസിലും നടക്കുന്നത് ഞങ്ങൾ കാണേണ്ടി വരും. ഇതാ അവന്റെ ഇത് പിടിച്ചെടുത്ത പണം. ഇത് എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തിരിച്ചു കൊടുക്കുമ്പോഴും അത്രയും കാണണം.
ഭർത്താവിനെ തേടി വരുമ്പോൾ പഴയ കാമുകനെ കണ്ടുമുട്ടുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അതിലും കഷ്ടമാണ് ഭർത്താവിൻ്റെ ജീവന് വേണ്ടി കാമുകനോട് അപേക്ഷിക്കേണ്ടി വരുന്നത്, അല്ലേ? അതെ, പേരിന് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ സ്വഭാവം അല്പം മോശമായിട്ടുണ്ട്. പലരോടും അന്തി ഉറങ്ങി ഭർത്താവിൻ്റെ ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു ശീലാവതിയെ പറ്റി കേട്ടു. അതെൻ്റെ സാവിത്രിക്കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ അല്പം നൊന്തു. ഭർത്താവിനെ വെറുതെ വിടണമെങ്കിൽ ഭാര്യ എന്നോടൊപ്പം ഒരു രാത്രി ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ മോഹിച്ചിട്ടല്ല, ഒന്ന് കാണണമെന്ന് കരുതി മാത്രമാണ്. ശവമാണ് ഞാനിപ്പോ. എത്ര കുത്തിയാലും നോവില്ല. ഇങ്ങനെയൊന്നും ആകാനല്ല ഞാൻ ആഗ്രഹിച്ചെന്നറിയാലോ. അറിയാം അറിയാം. നിനക്ക് വന്ന ഭാഗ്യത്തിൽ എനിക്ക് അസൂയയാണെന്ന് നീ വിളിച്ചു പറഞ്ഞു. അപ്പോഴും തറവാട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോഴും നീ ഉൾപ്പെടെ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി ആട്ടിയപ്പോഴും പലരോടും വൈരാഗ്യം തോന്നിയിരുന്നെങ്കിലും നിന്നെ മാത്രം ഞാൻ വെറുത്തിരുന്നില്ല. പക്ഷേ ഈ നിലയിൽ നിന്നെ കാണുമ്പോൾ പുറത്തെ മാളികകളിൽ ചില്ലറ കാശിനു വേണ്ടി ഉടുതുണി അഴിക്കുന്ന ഒരു വേശ്യയുടെ അന്തസ് പോലും എൻ്റെ സാവിത്രിക്കുട്ടിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരം ചോദിക്കണമെങ്കിൽ അതെത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാം. ഈ കണ്ടുമുട്ടൽ തന്നെയല്ലേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. മണി, അവനെ പറഞ്ഞു വിട്ടേക്ക്. ഹലോ, ശേഖർ സ്പീക്കിംഗ്. ഓഫീസിലെ സൈറ്റിൽ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ശേഖർ. ഇനി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേക്കൂ പ്ലീസ്. ഇനിയും താമസിച്ച് ആകെ കുഴപ്പമാകും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നീ പോയി വല്ല ഡോക്ടറെയും കാണ. നീ എന്നെ ത്രട്ടൻ ചെയ്യാണോ? നോ, മേലിൽ നീ ഇവിടെ വിളിക്കരുത്. ശേഖർ പ്ലീസ് ശേഖർ. നാട്ടിൽ നിന്ന് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ശല്യം ചെയ്യാൻ. बहुत लोग निकले हैं गांव से तकलीफ देने के लिए. രാധ ഈ നേരത്തെ എന്തിനാ? അതെ, ഞാൻ കേട്ടു. ശേഖർ എന്താ പറഞ്ഞ? എല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പോ അയാൾ എന്നെ ചതിക്കായിരുന്നു വരിയേട്ടാ. വീട്ടിൽ അമ്മയോ ചേട്ടനോ ഇതറിഞ്ഞ. കരയണ്ട, നാളെ ഞാൻ അവനെ വിളിപ്പിക്കാം. ഇതാരോടും പറയണ്ട. നാളെ നീ വീട്ടിലോട്ട് വന്നാൽ മതി, നമുക്കൊരു തീരുമാനം എടുക്കാം. വാ. നീ എവിടെ പോയിരുന്നു? ചേട്ടാ, അത് ഞാൻ ജയന്തിയുടെ വീട്ടിലൊരു ടിവിയില് ക്വിസ് പ്രോഗ്രാം കാണാൻ. രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുതെന്ന് പറയായിരുന്നു. പാതിരാക്കാനോട് നിന്റെ ഒരു ക്വിസ്. നീ ചുമ്മാരിക്ക. മേലാൽ സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇതൊരു വേശ്യാ തെരുവാണ്. വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിക്കരുത്. തന്ത നേരത്തെ ചത്തോണ്ട് എനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു. ആ ഗതികേട് നിനക്കുണ്ടായിരുന്നെന്ന് എഴുതിയ ഇല്ലാത്ത കാശ് മുടക്കി നിന്നെ പഠിപ്പിക്കാൻ അയക്കുന്നത്. ചീത്ത പേരെങ്ങാനും കേൾപ്പിച്ചാൽ വെട്ടി നുറുക്കിക്കളയും ഞാൻ. മനസ്സിലായോ? പോ. ഹരിയണ്ണ, ശേഖർ വരില്ല. നമ്മുടെ കൂടെ താമസിക്കുമ്പോഴേ എനിക്കറിയാം അവന്റെ സ്വഭാവം. നന്ദി കേട്ട തനി തറയാവൻ. നിങ്ങൾ അവനെ കണ്ടോ? ഇല്ല, ആ സേട്ടൂത്തി പറഞ്ഞു ആള് സ്ഥലത്തില്ലെന്ന്. ശേഖർ എന്ന് പറയുമ്പോ അവിടെ വായും തേനും പാലും ഒഴുകുക. പതുക്കെ പറയടാ. എല്ലാരും അറിയട്ടെ, അവൻ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവിടുത്തെ ശിവായി പറഞ്ഞു. പുളിങ്ങോമ്പിലല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. അവളും അവനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവിടെ കഴിയുന്നത്. അവനെ അവൾ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് കേട്ടു. സത്യമായിരിക്കും.
मुझे शेर से मिलना। आप कौन है? उनसे कहना हरि आया है। बैठिए। था मीटिंग में है, आप नहीं मिल सकते। हट चले। നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാനല്പം തിരക്കിലാണ്. അറിയാം, നീ വലിയ മുതലാളിയായെന്ന് ഞാൻ അറിഞ്ഞു. ഓഫീസ് പണി കഴിഞ്ഞാലും സേട്ടൂത്തിയുടെ പ്രൈവറ്റ് ജോലികളുണ്ടല്ലോ ധാരാളം. അതുകൊണ്ട് തിരക്ക് കൂടും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. നാക്കുകൊണ്ടല്ല നിന്നോട് സംസാരിക്കേണ്ടത്. നീ साहब, who is this? എക്സ്ക്യൂസ് മീ, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. നോ, ഹി വോണ്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് ആസ് ഈസി ആസ് ഹി തിങ്സ്. AC കാറും വീടും സൂട്ടും കോട്ടും ആ സേട്ടൂത്തിയുടെ മേത്തെ ചൂടൊക്കെ ആയപ്പോ വന്ന വഴിയെക്കുറിച്ച് നിനക്ക് പുച്ഛമാണെന്ന് എനിക്കറിയാം. ഞങ്ങൾക്കാർക്കും നിന്റെ ഒരു പുല്ലും വേണ്ട. പക്ഷെ പാവപ്പെട്ട ഒരു പെണ്ണിനെ ചതിക്കാൻ നോക്കിയാ. നീ എന്നെ അപമാനിക്കരുത്. ഇല്ല, ഇത്രയും ചെയ്യേണ്ടി വന്നത് നീ കാരണം തന്നെയാണ്. ഞാനിപ്പോൾ പോകുന്നു. ഇവിടെ നിന്നാൽ നിന്റെ അന്തസ്സിന് ഇനിയും മുറിവും ചതവും ഒക്കെ പറ്റിയെന്ന് വരും. പക്ഷെ ആ പെണ്ണിൻ്റെ കുടുംബത്തിനും അവരുടേതായ അന്തസ്സും അഭിമാനം ഉണ്ടെന്ന് നീ ഓർക്കണം. വൈകിട്ട് കാണണം. വീട്ടിൽ വരണ്ട, നരിമാൻ പോയിന്റ് ഞാൻ കാണും. ഇനി എന്നെ ഇവിടെ വരുത്താൻ ഇടയാക്കിയാൽ നിന്റെ ശവം കണ്ടിട്ട് ഞാൻ പോകും. പോലീസ് പോളി പുല്ലേ, പോലീസ് എന്നെ ഒന്നും ചരക്കാൻ പോകുന്നില്ല. അറിയാവുന്ന ഭാഷ പറഞ്ഞു കൊടുത്തേക്ക്.